പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോകം 20-ാം നൂറ്റാണ്ടിൽ എന്ന 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററി ചാപ്റ്ററിലെ ചോദ്യങ്ങളാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാം ലോക യുദ്ധത്തെ തുടർന്ന് രൂപീകരിക്കപ്പെട്ട സൈനിക സഖ്യങ്ങൾ ഏതൊക്കെ? ഒന്നാം ലോക യുദ്ധത്തെ തുടർന്ന് രൂപീകരിക്കപ്പെട്ട സൈനിക സഖ്യങ്ങളാണ് ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. ത്രികക്ഷി സഖ്യത്തിലെ അംഗരാജ്യങ്ങൾ ജർമ്മനി, ഇറ്റലി, ആസ്ട്രിയ ഹംഗറി എന്നിവയാണ്. ത്രികക്ഷി സൗഹാർദ്ദത്തിലെ അംഗരാജ്യങ്ങൾ ഫ്രാൻസ്, ഇംഗ്ലണ്ട്, റഷ്യ എന്നിവയാണ്. ഒന്നാം ലോക മഹായുദ്ധ കാലത്തെ രൂപീകരിക്കപ്പെട്ട തീവ്രദേശീയ അധിഷ്ഠിതമായി രൂപം കൊണ്ട പ്രസ്ഥാനങ്ങൾ ഏതൊക്കെ? ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് രൂപീകരിക്കപ്പെട്ടതും തീവ്രദേശീയതയിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് പാൻ സ്ലാവ് പ്രസ്ഥാനം, പാൻ ജർമ്മൻ പ്രസ്ഥാനം, പ്രതികാര പ്രസ്ഥാനം എന്നിവ. പാൻ സ്ലാവ് പ്രസ്ഥാനം രൂപീകരിച്ചത് റഷ്യയുടെ നേതൃത്വത്തിലും പാൻ ജർമ്മൻ പ്രസ്ഥാനം ജർമ്മനിയുടെ നേതൃത്വത്തിലും പ്രതികാര പ്രസ്ഥാനം ഫ്രാൻസിന്റെ നേതൃത്വത്തിലുമാണ് രൂപീകരിക്കപ്പെട്ടത്. സാമ്രാജ്യത്വ കിടമത്സരങ്ങൾ മൂലം യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉണ്ടായ പ്രതിസന്ധികൾ ഏതൊക്കെ? മൊറാക്കൻ പ്രതിസന്ധിയും ബാൽക്കൺ പ്രതിസന്ധിയുമാണ്. ആസ്ട്രിയ സെർബിയയ്ക്കുമേൽ യുദ്ധം പ്രഖ്യാപിച്ചത് എന്നാണ്? 1914 ജൂലൈ 28-നാണ് ആസ്ട്രിയ സെർബിയയ്ക്കുമേൽ യുദ്ധം പ്രഖ്യാപിച്ചത്. ബാൾക്കൻ പ്രദേശത്തെ ആധിപത്യം ഉറപ്പിക്കാൻ റഷ്യൻ സഹായത്തോടെ സെർബിയയും ജർമ്മനിയുടെ പിന്തുണയോടെ ആസ്ട്രിയയും ശ്രമിച്ചു. ഈ സമയത്താണ് 1914 ജൂണിൽ ആസ്ട്രിയൻ കിരീടാവകാശിയായിട്ടുള്ള ഫ്രാൻസിസ് ഫെർഡിനൻഡിനെ ബോസ്നിയൻ തലസ്ഥാനമായിട്ടുള്ള സാരയാവോയിൽ വെച്ച് സെർബിയൻ യുവാവായിട്ടുള്ള ഗാവ്ലോ പ്രിൻസപ്പ് വെടിവെച്ച് കൊന്നത്. ഇതിന്റെ ഉത്തരവാദി ആസ്ട്രിയ ആണെന്ന് പ്രഖ്യാപിച്ച് എന്ത് ചെയ്തു? സെർബിയ ആസ്ട്രിയക്കുമേൽ യുദ്ധം പ്രഖ്യാപിച്ചു. ഇതാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കം. ഒന്നാം ലോക യുദ്ധാനന്തരം ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ട സംഘടന സർവരാഷ്ട്ര സഖ്യമാണ്. വേഴ്സായി സന്ധി ഒപ്പുവെച്ച വർഷം 1919. കറുത്ത വ്യാഴാഴ്ച എന്നറിയപ്പെടുന്നത് 1929 ഒക്ടോബർ 24. 1929 ഒക്ടോബർ 24 ഓഹരി കമ്പോളത്തിലുണ്ടായ തകർച്ച കറുത്ത വ്യാഴാഴ്ച എന്ന് അറിയപ്പെടുന്നു. എന്നെ ശ്രവിക്കുന്നവരോട് നിരാശപ്പെടരുതെന്ന് ഞാൻ പറയുന്നു. മനുഷ്യന്റെ അത്യാർത്തിയാണ് മനുഷ്യന്റെ ദുരന്തമായി പരിണമിച്ചത്. ആരുടെ വാക്കുകളാണിത്? ചാർലി ചാപ്ലിന്റെ ദ ഗ്രേറ്റ് ഡിറ്റക്ടർ എന്ന സിനിമയിലെ വാക്കുകളാണിവ. ലാറ്റിൻ പദമായ ഫാസിസ് എന്ന വാക്കിൽ നിന്ന് രൂപം കൊണ്ട ഫാഷിസം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഒരു കെട്ട് ദണ്ട്, അതിനു മുകളിൽ ഒരു മഴുവും എന്നാണ്. പുരാതന റോമിലെ അധികാരത്തിന്റെ ചിഹ്നമായിരുന്നു ഇത്. പുരുഷന് യുദ്ധം, സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ്. ആരുടെ വാക്കുകൾ? ബെനിറ്റോ മുസോളിനി. ഫാസിസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കുന്നതിന് മുസോളിനി രൂപീകരിച്ച സൈനിക വിഭാഗത്തിന്റെ പേരെന്ത്? കരിങ്കുപ്പായക്കാർ. ഹിറ്റ്ലറുടെ രഹസ്യ സംഘത്തിന്റെ പേര് ഗസ്റ്റപ്പോ. ഹിറ്റ്ലർ രൂപീകരിച്ച സൈന്യത്തിന്റെ പേര് തവിട്ടുകുപ്പായക്കാർ. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടം 1939 മുതൽ 45 വരെ. രണ്ടാം യുദ്ധ കാലഘട്ടത്തിൽ രൂപീകരിച്ച അച്ചുതണ്ട് സഖ്യത്തിലെ രാജ്യങ്ങൾ ഏതൊക്കെ? ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. സഖ്യശക്തികളിലെ അംഗങ്ങളായ രാജ്യങ്ങൾ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന. മ്യൂണിക്ക് ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1938. അനാക്രമണ സന്ധി ഒപ്പുവെച്ചത് ആരൊക്കെ തമ്മിലാണ്? ജർമ്മനിയും സോവിയറ്റ് യൂണിയനും 1939 അനാക്രമണ സന്ധി ഒപ്പിട്ടു. സഖ്യശക്തികൾ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് 1939 സെപ്റ്റംബർ 3-നാണ്. 1945 ആഗസ്റ്റ് 6-ന് അമേരിക്ക ഹിരോഷിമയിൽ വർഷിച്ച ആറ്റം ബോംബിന്റെ പേര് ലിറ്റിൽ ബോയ് എന്നാണ്. 1945 ആഗസ്റ്റ് 9-ന് നാഗസാക്കിയിൽ അമേരിക്ക വിക്ഷേപിച്ച ബോംബിന്റെ പേര് ഫാറ്റ്മാൻ എന്നിവയാണ്. ഇത്രയും ചോദ്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ചോദ്യങ്ങൾ കൂടാതെ കുറച്ചുകൂടി ചോദ്യങ്ങളുണ്ട്. അത് നമുക്ക് അടുത്ത പാർട്ടിലിടാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.